ഞങ്ങൾക്ക് ആമക്കുളത്തിൽ നിന്ന് കിട്ടിയ സാധനം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി വലിയ സാധനമാണ്. ഇതിനകത്ത് ഇട്ടാൽ വെളുത്ത് പോയി കേട്ടോ. കാണിച്ചു തരാം, ഇപ്പം കാണിച്ചു തരാം. ഞങ്ങൾ ആമക്കുളം വരെ പോയി കേട്ടോ. ഇത് റെയിൽവേ ട്രാക്ക് കടന്നു വേണം ആമക്കുളത്തിലോട്ട് പോകാം കേട്ടോ. ഇവൻ എപ്പോഴും അവിടെ പോയി ചൂണ്ടയിടും, പക്ഷേ ഇവന് അങ്ങനെ ഒന്നും കിട്ടാറൊന്നുമില്ല. ഈ ട്രാക്കിൽ കൂടെ നടക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടോ. നമ്മൾ പോടാണ്ട. ഇപ്പോൾ ട്രെയിനൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ റെയിൽവേ ഗേറ്റ് തുറന്ന് കിടക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ പോയി കേട്ടോ. ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആമക്കുളത്തിലോട്ടാണ് പോണത്. ഞങ്ങളുടെ ആമക്കുളമാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളുടെ തോട് കണ്ടോ. ഈ തോടൊക്കെ നേരത്തെ പായലായിരുന്നു. ഇതിപ്പോൾ പായലൊക്കെ മാറ്റി നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ പായലൊക്കെ മാറ്റി നല്ല ചെറുക്കൻ അങ്ങ് പോയി കേട്ടോ. അവന് മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. കണ്ടോ, കൊണ നോക്കുന്നുണ്ടോ. ഇനി എന്നെ കാണിച്ചു തരാവേ. എന്നെ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ആമക്കുളമാകട്ടെ. ഇതിനകത്ത് ഇഷ്ടംപോലെ വരാലൊക്കെ ഉണ്ട്. പക്ഷേ ഇവന് തീറ്റയൊന്നും കിട്ടാത്തത് കൊണ്ട് തീറ്റയായിട്ട് ഇവന് ഇടാൻ പോണത് മണ്ണരേനെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആമക്കുളം. ഉണ്ടോ, ഇവിടെ വരാലുണ്ടല്ലോ മോനെ. ഒന്നിങ്ങോട്ട് നോക്കിയേ. മോൻ്റെ പേരെന്താ? ഏബലിൻ്റെ മുഖം ഒന്ന് കാണിച്ചു. ഇതുവരെ അല്ല ആൾക്കാരെ കണ്ടല്ലോ. നാണാണ് അത്. ഇച്ചിരി നീട്ടിയിട്ടൂടെ ഇത്. ഏബലൊന്ന് ഇങ്ങോട്ട് നോക്കിയേ. ജസ്റ്റ് ഒന്ന് നോക്ക്, ആരാധകരെ ഒന്ന് നോക്ക്. അവൻ ഭയങ്കര നാണാണ് ഇവൻ. സത്യം പറഞ്ഞാൽ ഇവനൊരു ഇതാണ് കേട്ടോ. എന്നാണ് ഇവനും വ്ളോഗൊക്കെ അടിക്കുന്ന കേൾക്കാനാണ്. ഇച്ചിരി നാണക്കാരനെ ഇപ്പോൾ. ഞങ്ങളുടെ ആമക്കുളത്തിൽ ഞാനും കൂടെ ഇറങ്ങാം കേട്ടോ മോനെ. ആമക്കുളത്തിൽ നിന്നൊരു ചെമ്പല്ലിനെ പൊക്കുമെന്നാണ് ഈ ചെറുക്കൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിരിക്കണം. ആമക്കുളം കണ്ട. ഇത് കൈതയാണ് കേട്ടോ. ഇത് എന്താ ചെറുക്കൻ വേറെ ലെവലാണ്. പൊട്ടൊക്കെ ശോഭയാണ്. കൊത്തണുണ്ടോ? കൊത്തണ ഞങ്ങൾ മീൻ പിടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ പയ്യൻ അടുത്ത സ്ഥലത്തോട്ട് ചൂണ്ട മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറയണത്. അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം ഇവിടെ കാടൊക്കെ ആയി കേട്ടോ. നേരത്തെ ഇവിടെ നല്ല പ്രദേശമായിരുന്നു. ഇപ്പം ആളുകളൊക്കെ വരാതെയായി. പിന്നെ ഇവിടെ മാവൊക്കെ വെട്ടി ഈ കുളത്തിലോട്ട് ഇട്ട് കേട്ടോ. അങ്ങനെ ഈ കുളം നശിപ്പിച്ച്. കണ്ടോ, ഇതാണ് സെറ്റപ്പ്. ചെറുക്കനെ കൊതുക് കടിച്ച് ആണോ മണ്ണ്. നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് വരാലെല്ലാം പൊക്കിയിട്ടുള്ളതാണ്. അല്ല തക്കരെ, നമ്മളെത്ര വരാലെല്ലാം പൊക്കിയത്? രണ്ടെണ്ണത്തിന് പൊക്കിയില്ലേ? ആ ഉണ്ടോ. ഇവന് ഒരു മീനെങ്കിലും പിടിച്ചിരുന്നെങ്കിൽ ആരാധകർക്ക് സന്തോഷമായിരുന്നു. ആരാധകർ ചോദിക്കുകയാണ് എപ്പോൾ പിടിക്കും മീനുകൾ. ഇപ്പോഴങ്ങനെ പിടിക്കുമോ? പിന്നെ കൊതുക് കഴിച്ചിട്ടാണ് കേട്ടോ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോണത്. ചെറുക്ക ഒരെണ്ണമെങ്കിലും പിടിക്കാമല്ലോ. എനിക്ക് നാണക്കേടാ. ആമക്കുളം കണ്ടോ. ഇതിനകത്തുനിന്ന് നേരത്തെ ഇഷ്ടംപോലെ ഈ ആമേനെയൊക്കെ പിടിക്കുന്നതിന് മുമ്പ്, ആമേനെ പിടിക്കണത് പ്രശ്നമാകണതിന് മുമ്പ് ഞങ്ങൾ ആമേനെ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. പണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആമേനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമല്ല ആമേനെ പിടിക്കാൻ മേലെന്നുള്ള നിയമമൊക്കെ വന്നത്. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഞങ്ങളിപ്പോൾ കിട്ടിയാലും ഞങ്ങൾ വിട്ടുകളയും. ചെറുക്കൻ കോർത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കാൻ സാധ്യതയാണ്. നമുക്ക് മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അവിടുന്ന് കിട്ടി കേട്ടോ. നല്ല സൈസുള്ള മീനാണ് കേട്ടോ. നല്ല സൈസ് ചെമ്പല്ലിയാണ് കേട്ടോ. പട്ടിക്ക് എന്താണ് ഇത്ര ബഹളം? കണ്ടതേ വേറൊരു ചെമ്പല്ലി കണ്ട. നമ്മൾ ഇന്നലെ പിടിച്ചാട്ടോ. ആമക്കുളത്തിൽ ഇന്നലെ അതെ നിങ്ങൾ കാലോട് കാണിച്ചു കൊടുത്തു കണ്ട. ഈ അവൻ്റെ കാൽപ്പത്തിൽ അത്ര ഉണ്ട് കേട്ടോ. ഇവൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവൻ്റെ കാൽപ്പത്തി കാണിച്ചത്. ഇത്രയും വലിയ ചെമ്പല്ലി നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇടത്തരം 2 വരാൽ കുഞ്ഞുങ്ങൾ. ഇതിനൊക്കെ ഞങ്ങൾ വളർത്താനാണ് കേട്ടോ. വരാലിനൊക്കെ വളർത്താനാണ്. ചെറിയ ചെമ്പല്ലിനെ നമ്മൾ വളർത്തുന്നുണ്ട്. ഈ 2 നാളെ നമ്മൾ തട്ടുമല്ലോടാ. ഞായറാഴ്ച തട്ടുമല്ലോ ജീവനെ. ഇവന്മാർ 2 അവൻ 2 കൂടെ വെച്ചടാ. പൂച്ച കടിക്കാൻ വന്നു. രക്ഷിക്ക് എന്റെ പണി ഉണ്ടാ. ഇത്രയും മീനുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും അടുത്ത് ഇനി വെള്ളത്തിലേക്ക് കിട്ടും. ഇത്ര മീനൊക്കെ കിട്ടി കേട്ടോ. ഞങ്ങൾ ഇന്നലെ പിടിച്ചാണ്. വലുത് ഞങ്ങൾ ഇന്നലെ പിടിച്ച കേട്ടോ. ആമക്കുളത്തിലെ ചൂണ്ടയിടൽ ഇനിയും ഉണ്ടാവും കേട്ടോ.